നമുക്കറിയാത്ത കുറേ സത്യങ്ങളുണ്ട്, അത് പറഞ്ഞുതരാം. പിന്നെ ഫസ്റ്റ് വേറൊരു കാര്യം പറയാം. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് കൂടി എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ പിരിവ് കൊടുക്കാൻ പറ്റില്ല. വേറൊരാൾ വേണം എനിക്ക് പിരിവ് കൊടുത്തു തരാൻ. അപ്പോൾ നമുക്കൊരു പാർലറിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. അതെന്താ? അപ്പോൾ അവർ വിചാരിക്കില്ല, ഓൾക്ക് സ്വന്തമായിട്ട് ഇവള് വലിയ പഠിച്ചിട്ട് ഇവള് നമ്മളടുത്ത് വന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനതോട് പോക്കില്ല. ഞാനൊരു അക്കാഡമിയിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് പുരികം ത്രെഡ് ചെയ്യിക്കില്ല. കണ്ടോ, എൻ്റെ പുരികം എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ അവിടെയും ചെയ്യിക്കൽ കുറവ്. ഞാനങ്ങനെ ബോധമൊന്നുമില്ല. എനിക്ക് ലിപ്സ്റ്റിക് ഇടണം, കൺമഷി എഴുതണം, കണ്ണെഴുതണമെന്ന് ഒരുങ്ങണം, അത്ര തന്നെ. പുരുകത്തിലൊന്നും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പം മാത്രം ഞാൻ ഇത് ചെയ്യാറുള്ളൂ. ഇനി ബോയ്സ് അറിയാനായിട്ട്, നിങ്ങളെപ്പോലെ നമ്മൾ കുറേ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ ഹോർമോൺ നമുക്ക് ഉണ്ടാവലുണ്ട്. ആണുങ്ങളുടെ ചെറിയ ചെറിയ ഹോർമോൺ നമുക്ക് ലേഡീസിന് ഉണ്ടാവും. അതിനുള്ള സിംറ്റംസാണ് ചെറിയ ഹോർമോൺ ഉണ്ടെന്ന് വെച്ചാൽ ആണല്ല, മനസ്സിലായോ? അതിനുള്ള സിംറ്റംസ് പെണ്ണുങ്ങൾക്കൊക്കെ ഇവിടെ നിങ്ങളുടെ അമ്മമാരെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെയൊക്കെ ഇങ്ങനെ മീശ വരും, വലിയ 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 മീശകൾ വരും. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണുമോ അറിയില്ല, അങ്ങനെ വെളിച്ചത്തിലിരുന്നാൽ അറിയാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ പിന്നെ മുടി ഉണ്ടാവും, നിങ്ങളുടെ താടിയില്ല, അതുപോലെ 2-3 നമുക്കും ഉണ്ടാവും. അപ്പം നിങ്ങൾ ഒരിക്കലും പെണ്ണുങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും അത് ഷേവ് ചെയ്യുകയോ മറ്റേ ഇപ്പോൾ ഒരു ബ്ലൈഡ് ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഈ നമ്മൾ പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ, ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് വെച്ചിട്ട് ഫുള്ള് ഷേവ് ചെയ്ത് കളയാറുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അതും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങൾ ഷേവ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ കുനുകുന കിളിർത്ത് വരില്ലേ, അതേപടി നെക്സ്റ്റ് ദിവസം അങ്ങനെ വരികയും ചെയ്യും. അങ്ങനെ ഷേവ് ചെയ്ത സ്ഥലത്ത് ഒരു ഡാർക്കായിട്ട് വരും. നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത്, ഇങ്ങനെ പുരികം പ്ലക്ക് ചെയ്യുന്ന സാധനമെന്ന് ചോദിച്ചാൽ മതി. ആ സാധനം വെച്ചിട്ട് നിങ്ങൾ ഇത് റിമൂവ് ചെയ്ത് കളയണം. ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ കണ്ടെന്നിരിക്കാം, നോക്കിയാൽ. ഇപ്പോൾ എങ്ങനെ കാണിക്കും? എനിക്ക് 2-3 ഉണ്ട്. ഇതിപ്പോൾ ചെറുങ്ങനെ 1-2 എനിക്ക് ഇവിടെയുണ്ട്. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്ത് കളയും. വലിച്ചിങ്ങനെ പ്ലക്ക് ചെയ്ത് കളയും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ ഇത് ഇച്ചിരി ആവുമ്പോൾ പ്ലക്ക് ചെയ്ത് എടുത്ത് മാറ്റാൻ പറ്റും, മനസ്സിലായി? അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് വരാൻ സമയം എടുക്കുകയും ചെയ്യും. ആ ഒരു ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യില്ല. നമ്മളെ സ്കിന്നായിട്ട് തന്നെ മാച്ചായി പോവും. മറ്റേതങ്ങനെയല്ല. ആണുങ്ങൾ ഷേവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ഡോട്ട് കാണാം. ആണുങ്ങൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ നിങ്ങൾ നോക്കൊരു ബ്ലാക്ക് ഡോട്ട്. നിങ്ങൾ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചേ, അവിടെ അറിയാൻ പറ്റും നിങ്ങൾ ഷേവ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ്ലി അത് നിങ്ങൾക്ക് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. അവരതിനുള്ള സജഷൻ പറഞ്ഞു തരും. ഒരിക്കലും പാർലറിലല്ല പോവേണ്ടത്, കോസ്മെറ്റോളജി അല്ല കാണേണ്ടത്, നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെയാണ് നിങ്ങൾ കാണേണ്ടത്. പിന്നെ അതുപോലെ ഒരുപാട് ടിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്ക് വേണ്ടേ? അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ ആ ടിപ്പും കൊണ്ടുവരാം. എന്നാൽ എല്ലാവർക്കും ഹാപ്പി ഇന്നെന്തായിരുന്നു? ഈസ്റ്റർ അല്ലേ? ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, ബൈ.